Welcome back to my YouTube channel Crazy in Craft. I am Aishwarya. Today we are talking about how to do canvas painting for beginners. Okay? And what material for you need it. ഇതിനൊക്കെ പറ്റിയിട്ടാട്ടോ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ക്യാൻവാസ് പെയിൻറ്റിങ് ചെയ്യാൻ ഇഷ്ടമുള്ളവരുണ്ടാവില്ലേ, അവരൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇഷ്ടമാണ് ക്യാൻവാസ് പെയിൻറ്റിങ് ചെയ്യാൻ, പക്ഷെ അവർക്ക് ഇങ്ങനെ ചെയ്യാനൊന്നും അറിയുണ്ടാവില്ല. ജസ്റ്റ് ചെയ്യണം ആഗ്രഹമുണ്ട്. എന്താ ക്യാൻവാസ് പെയിൻറ്റിങ് അല്ലേ, ക്യാൻവാസ് എന്തായാലും വേണമല്ലേ, ക്യാൻവാസ് വേണം. അപ്പോൾ അതിനെ പറ്റിയിട്ടും എങ്ങനെ വരയ്ക്കാൻ പറ്റും, വരയ്ക്കുമ്പോൾ കുറച്ച് ടിപ്സ്, അതൊക്കെയാട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ വലിയ ആർട്ടിസ്റ്റൊന്നും അല്ല, എനിക്കിനെ പറ്റി വലിയ അറിവൊന്നുമില്ല, എന്നാലും അറിയുന്നതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണം നോക്കാം. അധികം സാധനമൊന്നും വേണ്ട കേട്ടോ, കുറച്ച് സാധനം. നേരത്തെ പറഞ്ഞ പോലെ ക്യാൻവാസ് പെയിൻറ്റിങ് അല്ലേ, എന്തായാലും ക്യാൻവാസ് വേണ്ടേ. ഓക്കെ, പിന്നെ ക്യാൻവാസുകൾ പല ടൈപ്പ് ഉണ്ട്. ബോക്സ് ടൈപ്പ് ഉണ്ട്, പിന്നെ ബോർഡായിട്ടുള്ളതുണ്ട്, അങ്ങനത്തെ റോള് കിട്ടും, ഷീറ്റ് പോലത്തത്, അങ്ങനത്തെ കുറേ ടൈപ്പ് ക്യാൻവാസ് ഉണ്ട്. ബ്ലാക്ക് കളർ കിട്ടും, വൈറ്റ് കളർ കിട്ടും, പിന്നെ സ്ക്വയർ ടൈപ്പ് കിട്ടും, സർക്കിൾ കിട്ടും, അങ്ങനെ കുറേ ടൈപ്പ് ക്യാൻവാസ് ഉണ്ട്. ഇതിനൊക്കെ നല്ല റേറ്റും ഉണ്ട്, പുറത്തൊക്കെ നല്ല റേറ്റാണ് കേട്ടോ. ഞാനിത് ഓൺലൈനിൽ നിന്നാണ് കൂടുതൽ. ഓൺലൈനിൽ നല്ല ഓഫേഴ്സ് വരുമ്പോൾ മേടിക്കാറുണ്ട്. ഫ്ലിപ്കാർട്ടിൽ, ആമസോണിൽ, മീഷോയിലൊക്കെ നല്ല ഓഫേഴ്സ് വരുമ്പോൾ ഞാൻ മേടിക്കാറുണ്ട്. ക്യാൻവാസൊക്കെ കുഴപ്പമില്ല, നല്ല പ്രൊഡക്ട്സാണ് ഇത് വില കിട്ടിയതും നല്ല പ്രൊഡക്ട്സാണ് ഉള്ളത്. കുഴപ്പമില്ലാത്ത നല്ല ക്യാൻവാസ് കേട്ടോ. നല്ല പുറത്തുനിന്ന് മേടിക്കുമ്പോൾ കിട്ടുന്ന ക്വാളിറ്റി തന്നെയാണ്. പുറത്തുനിന്ന് മേടിക്കുന്നതും ഓൺലൈനിൽ മേടിക്കുന്നതിനും സെയിം ആണ്. പുറത്ത് പോകുമ്പോൾ നമുക്ക് നോക്കിയിട്ട് മേടിക്കാൻ പറ്റും, എല്ലാം ഡാമേജ് ഉണ്ടോ നോക്കിയിട്ട് മേടിക്കാൻ പറ്റും, അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. കുറേ നേരമായി ക്യാൻവാസ് എന്ന് പറഞ്ഞു. ഇതാണ് ക്യാൻവാസ് കേട്ടോ. അപ്പോൾ ഇത് മേടിച്ചതാണ് കേട്ടോ. മീഷോയിൽ, ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. ഞാൻ മീഷോയിൽ മേടിച്ചതാണ്. ഇതിൻ്റെ വില എന്ന് പറഞ്ഞാൽ 230 അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഇത് ഇത്രയുണ്ട്, 6 എണ്ണത്തിനാണ് 230 രൂപ. പുറത്തൊക്കെ ഒരെണ്ണത്തിന് നല്ല റേറ്റ് ഉണ്ട്. ഇത് ഓഫറിൽ കണ്ടപ്പോൾ ഞാൻ മേടിച്ചതാണ്. 6 എണ്ണം ഉണ്ട്, പല സൈസിലാണ്, നീളമുള്ളത്, നീളില്ലാത്തത്, അങ്ങനെയൊക്കെയുണ്ട്. ഇത് രണ്ടെണ്ണം കുറച്ച് വലിപ്പമുള്ളതാണ്. പിന്നെ ഈ രണ്ടെണ്ണം ഇത് ഇങ്ങനെ ഒരു ഷേപ്പാണ്, ഭയങ്കര നീളം കൂടുതലാണ് ഇങ്ങനത്തെ. പിന്നെ 2 എണ്ണം ചെറുതാണുള്ളത്, 2 എണ്ണം ചെറുതാണുള്ളത് ഇങ്ങനത്തെ. ഈ സൈസിലാണ് പിന്നെ വരുന്നത്. ഇതിനൊക്കെ കൂടിയിട്ട് 230 രൂപയായിട്ടുള്ളൂ. പിന്നെ ഡെലിവറി ചാർജ് ഒന്നും ഉണ്ടായിട്ടില്ല. ഈ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് പോയി മേടിക്കാവുന്നതാണ്. ഇത്ര എണ്ണം മേടിക്കണമെന്നൊന്നുമില്ല കേട്ടോ. ഇത് ഒരെണ്ണമായിട്ട് കിട്ടും, 2 എണ്ണമായിട്ട് കിട്ടും, ഇത്ര എണ്ണാഴ്ച കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ ഇത് കണ്ടപ്പോൾ ലാഭമായിട്ട് തോന്നി, അതുകൊണ്ട് ഞാൻ മേടിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ബിഗിനറാണെങ്കിൽ എല്ലാം കൂടി മേടിച്ച് നിങ്ങൾക്ക് എന്താ ചെയ്യണമെന്ന് അറിയില്ല, 1-2 മേടിക്കുക, എങ്ങനെയാണെന്ന് നോക്കുക. ഇത് നല്ല ക്യാൻവാസ് ആട്ടോ. അത് റേറ്റ് കുറവാണെങ്കിലും നല്ലതാണ്, ക്വാളിറ്റിക്കൊന്നും ഒരു കുഴപ്പമില്ല. എല്ലാം റേറ്റ് കുറവാണ് പുറത്തൊക്കെ വെച്ച് നോക്കുമ്പോൾ. ചില ഷോപ്പിൽ കുറവാകും കേട്ടോ. ഞാൻ അടുത്ത ഷോപ്പിൽ നോക്കി വെച്ച് കമ്പയർ ചെയ്തപ്പോൾ എനിക്ക് ഓൺലൈനത്തെയാണ് കുറച്ചുകൂടി നല്ലതായിട്ട്. അത് മേടിക്കുമ്പോൾ നോക്കി മേടിക്കുക, അത്രയേ ഉള്ളൂ ഓൺലൈനിൽ മേടിക്കുമ്പോൾ. പിന്നെ ഞാൻ ഓൺലൈനിൽ ക്യാൻവാസ് മേടിച്ചൊരു കഥയുണ്ട്, അത് ഞാൻ പറഞ്ഞു കേട്ടോ. ഓർഡർ ചെയ്തു, ഒരു നോർമൽ സൈസ് ക്യാൻവാസാണ്. ഏകദേശം ഞാൻ നോക്കിയപ്പോൾ ഈ ഒരു സൈസ് അത്ര നീളമുള്ളൂ. ഞാൻ ഓർഡർ ചെയ്തു, 2 എണ്ണം ഒരു 150 അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഞാൻ കണ്ടപ്പോൾ ഓർഡർ ചെയ്തു. വന്നു കഴിഞ്ഞപ്പോൾ ഇത്രയുണ്ട്, ഇത്ര നല്ല വലിയ ക്യാൻവാസ് കൊണ്ടുവന്നെ. മാറിപ്പോയതാണെന്ന് എനിക്ക് തോന്നണേ. ഞാൻ ഉദ്ദേശിച്ച ഒരു നീളമാണ് ഏകദേശം ആ സൈസ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ. പക്ഷെ വന്നപ്പോൾ വലുതായിപ്പോയി. ഇടയ്ക്കൊക്കെ ഇങ്ങനത്തെ അബദ്ധങ്ങൾ അവർക്കും വരാറുണ്ട്. അത് ചെറുത് കൊണ്ടുവന്നില്ല, വലുത് കൊണ്ടുവന്നു. ഞാൻ വലുത് ഓർഡർ ചെയ്യുമ്പോൾ ചെറുത് കിട്ടും, ചെറുത് ഓർഡർ ചെയ്യുമ്പോൾ വലുത് കിട്ടും. ഇങ്ങനെയാണ് ഇന്നത്തെ കഥ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇടയ്ക്കൊക്കെ ലക്ക് കിട്ടാറുണ്ട്. ചെറുത് ഓർഡർ ചെയ്യുമ്പോൾ വലുത് കിട്ടും, വലുത് ഓർഡർ ചെയ്യുമ്പോൾ ചെറുത് കിട്ടും. അങ്ങനെ ഞാൻ ആ ക്യാൻവാസിൽ, എൻ്റെ വലിയ ക്യാൻവാസല്ല, കുറച്ച് നല്ല പിക്ചർ വരയ്ക്കാമെന്ന് വെച്ചിട്ട് ഒന്നിൽ ഞാനൊരു കൃഷ്ണൻ്റെ രാധയുടെ മ്യൂറൽ ചെയ്തു, അതിൽ അനന്തശയനം ആ ഒരു പിക്ചർ വരച്ചിട്ടുണ്ട്. 2 ക്യാൻവാസ് അങ്ങനെ വരച്ച് തീർത്തുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് മനസ്സിലായില്ലേ, ക്യാൻവാസ് വേണം, അല്ലാണ്ട് ക്യാൻവാസ് പെയിൻറ്റ് ചെയ്യാൻ പറ്റില്ല. എൻ്റെ കയ്യിലിരിക്കുന്ന ക്യാൻവാസിനെ പറ്റി പറഞ്ഞുതരാം. ഇതിൽ കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ട് കേട്ടോ. ഇത് 100% നാച്ചുറൽ കോട്ടൺ ക്യാൻവാസ് ആണ്. പിന്നെ ഇതിൽ ഫംഗസ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ ക്യാൻവാസിൽ കുറച്ച് പിന്നെ വെള്ളമൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ക്യാൻവാസ് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞ് വാർണിഷ് അടിക്കാറില്ല, കാരണം എനിക്ക് വാർണിഷ് സ്മെല്ല് പറ്റില്ല, അതുകൊണ്ട് ഞാൻ വാർണിഷ് യൂസ് ചെയ്യാറില്ല. അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പിക്ചർ കുറേ നാളത്തേക്ക് ഒരു കുഴപ്പമില്ലാണ്ട് ഇരിക്കും. അല്ലെങ്കിൽ നമ്മുടെ ഇതുമ്പോൾ ഫംഗസ് പോലെ പൂപ്പായ പിടിക്കില്ലേ, ഈ തണവൊക്കെ തട്ടുമ്പോൾ അങ്ങനെ പൂപ്പായ വന്നു കഴിഞ്ഞാൽ പിക്ചർ കൊള്ളായിപ്പോവും. അതാണ് ഫംഗസൊന്നും ഇതിൽ വരില്ല എന്നാണ് അവർ പറയണേ, അപ്പോൾ അറിയില്ല, നോക്കാം വരുമോ വരില്ലേ എന്നുള്ളത്. പിന്നെ ഇതിൽ ഓയിൽ പെയിൻറ്റ് യൂസ് ചെയ്യാൻ പറ്റും, പിന്നെ അക്രിലിക് പെയിൻ്റാണ് പിന്നെ യൂസ് ചെയ്യുന്നത്. നല്ല ക്യാൻവാസാണ്, ഈ റേറ്റിന് ഇത് നല്ലതാണ് എനിക്ക് തോന്നുന്നത്. ഈ കുട്ടി ക്യാൻവാസ് നല്ല ഭംഗിയാട്ടോ. അതിന് കുറേ പിക്ചേഴ്സ് വരയ്ക്കാം, എന്നിട്ട് ഒരു ചുമറിൻ്റെ ഒരു ഭാഗത്ത് നല്ല അതിനെ അറേഞ്ച് ചെയ്ത് വെച്ചാലും നല്ല ഭംഗി ഉണ്ടാവും. വലുത് മാത്രമല്ല, ചെറുത് വെച്ചാലും ഭംഗി. അതിന് യൂസ് ചെയ്യുന്ന ബ്രഷസ് പറഞ്ഞത് തെളിഞ്ഞു. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യുന്ന ബ്രഷസ്. ഈ ബ്രഷ് അടിപൊളിയാട്ടോ. ഈ ബ്രഷ് നല്ല ബ്രഷാണ്, നല്ല സോഫ്റ്റ്, കണ്ടത് രസമാണ്.
എനിക്ക് നല്ല ഇഷ്ടമായിട്ട് മേടിച്ചാട്ടോ ഈ ബ്രഷ്. കുറേ നാളായി മേടിക്കണമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇങ്ങനത്തെ ബ്രഷിനൊക്കെ നല്ല റേറ്റാണ്. അപ്പോൾ ഇത് ഞാൻ അടുത്തുള്ളൊരു ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ്. ഈ ഡിഫറെൻറ്റ് സൈസ് കണ്ടോ, നല്ല രൂപമാണ്, നല്ല ബ്രഷാണ്. ഇതിന് 6 ഉണ്ടെന്നു. 6 കൂടിയിട്ട് 170 150 അത്രയൊക്കെ ഉണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഈ ബ്രഷ് നല്ല വിലയാണ്, അതുകൊണ്ട് ഞാൻ മേടിക്കാണ്ടിരുന്നതാണ്. പിന്നെ ഈ ബ്രഷ് മേടിച്ചപ്പോൾ നല്ല ഇഷ്ടമായി. നല്ല ബ്രഷാട്ടോ, നല്ല ഡീറ്റെയിലിംഗ് കൊടുക്കാനൊക്കെ സൂപ്പറാണ്. 0 സൈസ് ബ്രഷ് ഒന്നും വേണ്ട. 0 സൈസ് ബ്രഷ് വേണ്ടെന്നല്ല കേട്ടോ, ഇത് നല്ല ബ്രഷാണ്. എന്നാലും ഒരു മിനിമം ഡീറ്റെയിലിംഗ് ഒക്കെ ഇത് വെച്ച് കൊടുക്കുക. നമ്മൾ വെള്ളം വെച്ച് നല്ല ഇങ്ങനെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ടിപ്പ് കണ്ടോ നല്ല തിന്നായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ അനന്തശയനം പെയിൻറ്റിംഗ് ഒക്കെ ചെയ്തപ്പോൾ അതിൽ കുറേ ഡീറ്റെയിലിംഗ് കൊടുക്കാണ്ട്. ഇതൊക്കെ ഞാൻ ഈ ബ്രഷ് വെച്ച് ചെയ്തത്. 0 സൈസ് ബ്രഷിനെക്കാട്ടും എനിക്ക് നല്ല യൂസ്ഫുള്ളായത് ഈ ബ്രഷാണ്. 0 സൈസ് ബ്രഷസ് ഉണ്ട് കേട്ടോ. ഇത് രണ്ടെണ്ണം ഇതുണ്ട്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ബ്രഷ് ഫാബ്രിക് ആസിൻ്റെ ഉണ്ട്. ഇത്രയും നല്ല ടിന്നുണ്ട്, അതൊക്കെ അവിടെ ഇവിടെയും കിടക്കുക. അല്ല അതുണ്ട്, സാധനം അവിടെ ഉണ്ട്. അപ്പോൾ ഇത് ഇവിടുന്ന് മേടിച്ചാൽ ഇതെനിക്ക് എൻ്റെ മാമ കൊണ്ടുവന്നതാണ്. അത് കുറേ സൈസ് ഉണ്ട്, വലുത് ചെറുതൊക്കെ ഉണ്ട്. ഇത് അടിച്ചടിച്ച് കണ്ടോ ഭയങ്കരതായിരിക്കും ചെയ്യും. അത് കുറച്ച് പഴയതായിട്ടോ. ബാക്കി ഈ ബ്രഷ് പുതിയ ബ്രഷുകൾ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. എല്ലാ ബ്രഷും ഞാൻ യൂസ് ചെയ്യും. ഇന്ന് ബ്രഷ് ഒന്നുമില്ല. ക്യാൻവാസ് പെയിൻറ്റിങ് ചെയ്യുമ്പോൾ മെയിനായിട്ട് ഇങ്ങനത്തെ ബ്രഷ് ആവശ്യമാണ് കേട്ടോ. ഇത് ഫ്ലാറ്റ് ബ്രഷാണ്. ഇതും എൻ്റെ മാമ കൊണ്ടുവന്നത്. ഇത് ഇവിടുന്ന് മേടിച്ചല്ല കണ്ടോ ഇങ്ങനെ ഫ്ലാറ്റ്. അപ്പോൾ നമുക്ക് വലിയ പോർഷൻസ് അടിക്കാൻ നല്ല ബാക്ക്ഗ്രൗണ്ടൊക്കെ അടിക്കാൻ നല്ലതാണ്. കാരണം ഇങ്ങനത്തെ ഷേപ്പ് നല്ല ബ്രഷാണ്. ഇങ്ങനത്തെ ഫ്ലാറ്റ് ബ്രഷും ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ്, പുറത്തും അവൈലബിൾ ആണ്. നല്ലതാണ് കേട്ടോ. നമുക്ക് ഇങ്ങനെ അടിക്കാം, വലിയ ഭാഗങ്ങൾ അടിക്കാൻ നല്ല സുഖം. പിന്നെ നമുക്ക് എന്തെങ്കിലും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ തട്ടിക്കളയാം. ഇങ്ങനെ വേണ്ടതാണ് പൈലറ്റ്. എന്ന് കാണിച്ചു തരില്ല, കാരണം എന്താണെന്ന് വെച്ചത് ആകെ കണ്ടോ ഇങ്ങനെയൊക്കെ ചിക്കുക. ഇത് ആനന്ദശയനം പെയിൻറ്റിങ് കഴിഞ്ഞപ്പോൾ ഇതാണ് അവസ്ഥ. കഴുകിയിട്ടില്ല കേട്ടോ, കഴുകണം. ഇനി പുതിയ പെയിൻറ്റിങ് ചെയ്യുമ്പോൾ കഴുകണം. ഞാൻ ആ പെയിൻറ്റിങ് ചെയ്യുമ്പോൾ അതിൻ്റെ ആ കളർ കോമ്പിനേഷൻ പോകാണ്ടിരിക്കാൻ വേണ്ടി കഴുകിയില്ല. അത് കഴിഞ്ഞിട്ട് വേണം കഴിക്കാൻ. കഴിഞ്ഞു, ഇനിയിപ്പോൾ അത് കഴുകിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ആകെ നശിപ്പിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ വേറെ കൂടി ഉണ്ട്, അത് ഇതുപോലെ പെയിൻറ്റിങ് ചെയ്ത് ഇങ്ങനെയാക്കി. ഇത് കഴുകണം. രണ്ടെണ്ണം അതിനുള്ളത്. ഈ സാധനം നമുക്ക് ആവശ്യമുള്ളതാണ്. നമുക്ക് മിക്സ് ചെയ്യാനൊക്കെ ആവശ്യം കേട്ടോ. അതാണ് വേണ്ടത്. നമ്മുടെ നല്ല മഴയുണ്ട്, അതാണ് സൗണ്ട് കേട്ടോ. പെയിൻറ്റ്സ് അക്രിലിക് പെയിൻ്റാണ്. ഇതാ ക്യാമലിൻ്റെ ഉണ്ട്, ഫെവിക്രിക്കിൻ്റെ ഉണ്ട്. എൻ്റെ ബ്രാൻഡും നല്ലതാണ്. എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം ക്യാമലിൻ്റെ ആണ്. ക്യാമലിൻ്റെ കുറച്ച് കട്ട പോലത്തെ പെയിൻറ്റാണ്. ഫെവിക്രിക്കിൽ അതിൻ്റെ വെള്ളം പോലത്തെ പെയിൻറ്റാണ്. രണ്ടും നല്ല പെയിൻറ്റാണ്. പിന്നെ ക്യാമലിന് ഒരു 20 രൂപ, ഫെവിക്രിക്കിന് 25 രൂപ, 5 രൂപ കൂടുതലുള്ളൂ. വേറെ വ്യത്യാസമൊന്നുമില്ല. ഈ പെയിൻറ്റ് യൂസ് ചെയ്യാം. ഞാൻ മെയിനായിട്ട് ഈ പെയിൻറ്റാണ് വരയ്ക്കാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ നമുക്ക് ഓയിൽ പെയിൻറ്റ് യൂസ് ചെയ്യാമെങ്കിലുണ്ട്, പക്ഷേ അത് യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല, എങ്ങനെയാണെന്നറിയില്ല. അത് ഒരു വട്ടം യൂസ് ചെയ്യണം. ഓക്കെ, അതിൻ്റെ വീഡിയോ ചെയ്യാം കേട്ടോ. ക്യാൻവാസിൽ എന്തൊക്കെ ടൈപ്പ് പിക്ചേഴ്സ് വരയ്ക്കാമെന്നോ വളരെ ഡൗട്ട് അല്ലേ. അപ്പം സീനറീസൊക്കെ വരയ്ക്കാൻ പറ്റും, പിന്നെ മ്യൂറൽസ് ചെയ്യാം, സീനറീസ് വരയ്ക്കാൻ പറ്റും, പിന്നെ നല്ല പോർട്രേറ്റ്സ് വരയ്ക്കാൻ പറ്റും. കൂടുതൽ സീനറീസൊക്കെ വരയ്ക്കേണ്ട കണ്ടിട്ടില്ല കേട്ടോ. അതൊക്കെ നമുക്ക് നല്ല ഭംഗിയുണ്ടാവും വീട്ടിലേക്ക് തൂക്കിയൊക്കെ. പിന്നെ സെയിൽ ചെയ്യാനാലും നല്ല മ്യൂറൽസൊക്കെ ചെയ്യാം. മ്യൂറൽസൊക്കെ പേപ്പറിൽ ചെയ്യാനായിട്ട് കുറച്ചുകൂടി നല്ലത് ക്യാൻവാസിൽ ചെയ്യുന്നതായിരിക്കും. അത് നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. ഞാൻ സ്റ്റെൻസിലായിട്ട് ചെയ്യാറുണ്ട് കേട്ടോ. ഞാൻ 2 സ്റ്റെൻസിലായിട്ട് ചെയ്തിട്ടുണ്ട് ക്യാൻവാസിൽ. അത് ഗിഫ്റ്റ് ചെയ്തതാണ്. ഞാൻ 2 ആൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ക്യാൻവാസിൽ വരച്ചിട്ടുണ്ട്. ഞങ്ങളുടെ സ്കൂളത്തെ പ്രിൻസിപ്പളാണ്, മുന്നത്തെ പ്രിൻസിപ്പൾ പത്രോസ് അച്ഛനെ വരച്ചിട്ടുണ്ട്. ഫസ്റ്റ് ടൈം വരച്ചത് സ്റ്റെൻസിലായിട്ട്. ഫസ്റ്റ് ഞാൻ ക്യാൻവാസിൽ വരച്ചത് പത്രോസ് അച്ഛൻ്റെ പിക്ചറാട്ടോ. അപ്പോൾ ഫാദറിന് അത് ഇഷ്ടപ്പെട്ടു എന്നാണ് വിചാരിക്കുന്നത്. എനിക്ക് ഫസ്റ്റ് ടൈം അതിൽ വരയ്ക്കണോണ്ട് നല്ല ടെൻഷനുണ്ട്, തെറ്റിപ്പോകുന്നു. പേപ്പറിൽ വരയ്ക്കുന്ന പോലെയല്ല ക്യാൻവാസിൽ വരയ്ക്കുന്നത്. അപ്പം നല്ല ടെൻഷൻ അടിച്ചിട്ടാണ് വരച്ചത്. ഫാദറിന് ഇഷ്ടപ്പെട്ടു. പിന്നെ വരച്ചത് ഞങ്ങളുടെ സ്കൂളത്തെ പുതിയ പ്രിൻസിപ്പൽ യാക്കോബ് അച്ഛനാണ് വരച്ചത്. ഫാദറിന് ഒരുമാതിരിയൊക്കെയുണ്ട്. ഫാദറിന് ഇഷ്ടപ്പെടുന്നു തോന്നുന്നു, അറിയില്ല. അതും ക്യാൻവാസിൽ വരച്ചുകൊണ്ട് എനിക്ക് കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു, തെറ്റുപോയിട്ട്. ഇനി വീഡിയോ എടുക്കുമ്പോൾ അത് രണ്ടും കൂടി മാനേജ് ചെയ്യുമ്പോൾ അങ്ങനെ കാണാതെ കുറേ പിക്ചറൊക്കെ. ക്യാൻവാസിൽ വരയ്ക്കാൻ ഈസി തന്നെയാണ്. സ്റ്റെൻസിലായിട്ട് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം, കാരണം കുറേ ഡീറ്റെയിലിംഗ് കൊടുക്കേണ്ടതല്ലേ. അപ്പോൾ നോക്കി വരയ്ക്കാം. അപ്പോൾ നമ്മുടെ ക്യാൻവാസ് പെയിൻറ്റിന് ആവശ്യമായ സാധനങ്ങളൊക്കെ നിങ്ങൾ കണ്ടു. ഒരു സാധനം കൂടി വേണം കേട്ടോ, പെൻസിൽ വേണം, അത് മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് പാർട്ട് 1 വീഡിയോ ആണ്. പാർട്ട് 2 വീഡിയോയിൽ എങ്ങനെ വരയ്ക്കുക, അതിന് പിക്ചർ ടിപ്സ് ഒക്കെ ഞാൻ പറഞ്ഞുതരും. ഒരെണ്ണം പോലും ഞാൻ വിടില്ല, എല്ലാം പറഞ്ഞുതരും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അതിലെങ്ങനെ വരയ്ക്കാമെന്നും അതുപോലെ പിക്ചറൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പം ഇതിൽ നമുക്ക് ഇത്രയൊക്കെ പറയുന്നു. ബൈ. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അതിന് മുമ്പ് നിങ്ങളെല്ലാവർക്കും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക. പിന്നെ ഞാൻ ഇന്ന് ഷോർട്സൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, അതൊക്കെ പോയി കാണാം കേട്ടോ. ഓക്കെ, അതിൽ നല്ല ഡ്രോയിങ്സൊക്കെ കാണാൻ പറ്റും, ക്രാഫ്റ്റ്സും. അപ്പോൾ നിങ്ങൾ അതൊക്കെ പോയി കാണുക. എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, എന്തായാലും ചെയ്യാം.
അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.